ക്യാൻസർ പ്രതിരോധത്തിനായി ആരോഗ്യവകുപ്പ് ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ക്യാമ്പയിൻ. ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം എന്ന പേരിലാണ് ക്യാമ്പയിൻ തുടങ്ങുന്നത്. സ്ത്രീകളെ ബാധിക്കുന്ന സ്തനാർബുദം, സെർവിക്കൽ ക്യാൻസർ എന്നിവയ്ക്ക് സ്ക്രീനിംഗ് നടത്തി പരിശോധനയും ചികിത്സയും ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നതിനായുള്ള വലിയ ചുവടുവയ്പ്പാണ് ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിൻ. സർക്കാർ സ്വകാര്യ മേഖലകൾ സഹകരിച്ചുകൊണ്ടാണ് പദ്ധതി സംഘടിപ്പിക്കുന്നത്. 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സ്ത്രീകളെ ബാധിക്കുന്ന സ്തനാർബുദം, സെർവിക്കൽ ക്യാൻസർ എന്നിവയ്ക്ക് സ്ക്രീനിംഗ് നടത്തി പരിശോധനയും ചികിത്സയും ഉറപ്പാക്കും. ഇത് നമുക്ക് മറികടന്നേ പറ്റൂ. ഒന്ന് ഭയമുണ്ടാകും, 2 സാമ്പത്തിക ചെലവിന്. അങ്ങനെയാണ് എന്റെ കുടുംബം എന്ത് പറ്റും. ഇനി 4ാമത്തെ ഫേസിലാണ് കണ്ടുപിടിക്കണമെങ്കിൽ അപ്പോൾ നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാകും. അതിനേക്കാളും നല്ലത് ആദ്യത്തെ ഫേസിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ കേരളം നമ്മൾ ആരോഗ്യത്തിൽ മുന്നിൽ നിൽക്കുന്നവർ 1ാം സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത് രാജ്യത്ത്. ലോകത്ത് തന്നെ നമ്മുടെ കേരളത്തെ കുറിച്ച് അറിയാം. അപ്പൊ നമ്മളിപ്പോ ഒരു പ്രവർത്തനത്തിന് തുടക്കം ഇടുകയാണ്. നമ്മൾ 30 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും സ്ക്രീൻ ചെയ്യും. സ്ക്രീൻ ചെയ്യാന്ന് വെച്ചാൽ അസുഖത്തിൽ ഒരു 5 മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ. നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ അവിടുത്തെ ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, പബ്ലിക് ഹെൽത്ത് നഴ്സ്, PHL, JPHL, MLSP ഇവരിൽ ഒരാൾ എപ്പോഴും അവിടെ ഉണ്ടാകും. നമ്മൾ ഫെബ്രുവരി 4 ആരംഭിക്കുകയാണ്. ആർദ്ര മിഷന്റെ ഭാഗമായി ശൈലി ആപ്പ് വഴി ആരോഗ്യവകുപ്പ് നടത്തിയ സ്ക്രീനിംഗിന്റെ ആദ്യഘട്ടത്തിൽ ഏകദേശം 9 ലക്ഷത്തോളം പേർക്ക് ക്യാൻസർ രോഗ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഈ 9 ലക്ഷം പേരിൽ 1.5 ലക്ഷം ആളുകൾ മാത്രമാണ് തുടർ പരിശോധനയ്ക്ക് സന്നദ്ധമായിരുന്നത്. അതായത് സ്ക്രീനിംഗിൽ പങ്കെടുത്ത 7.5 ലക്ഷം പേരും തുടർ പരിശോധനയ്ക്ക് സന്നദ്ധമാകുന്നില്ല. നിരവധി കാരണങ്ങളാൽ പല ക്യാൻസർ രോഗികളും അവസാന സ്റ്റേജുകളിലാണ് ചികിത്സയ്ക്കായി ആശുപത്രികളിലെത്തുന്നത്. അപ്പോഴേക്കും രോഗം ഗുരുതരമാവുകയും പലപ്പോഴും മരണമടയുകയും ചെയ്യുന്നു. പല ക്യാൻസറുകളും വളരെ നേരത്തെ കണ്ടെത്തി ചികിത്സ തേടിയാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. ഇത് മുന്നിൽ കണ്ടാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് പൊതുജന പങ്കാളിത്തത്തോടെ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി ജനകീയ ക്യാൻസർ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. കാരണം ക്യാൻസർ ഒരു നോട്ടിഫയബിൾ ഡിസീസാണ്. പുരുഷന്മാരിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത് പ്രോസ്ട്രേറ്റ് ക്യാൻസറാണ്. 2ാമത് വരുന്നത് ലങ് ക്യാൻസറാണ്. സ്ത്രീകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ്. 2ാമത് വരുന്നത് തൈറോയ്ഡ് ക്യാൻസറാണ്. 3ാമത് ഗർഭാശയഗള ക്യാൻസറാണ്. പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഭൂരിപക്ഷ ക്യാൻസർ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്നിരിക്കെ 3ാമത്തെയോ 4ാമത്തെയോ ഫേസിൽ രോഗം കണ്ടുപിടിച്ച് ചികിത്സയ്ക്കായിട്ട് വരുമ്പോൾ നമുക്ക് മോർട്ടാലിറ്റിയും സ്വാഭാവികമായിട്ട് മരണവും സംഭവിക്കുന്നുണ്ട്. ഇവിടെയാണ് നമുക്കൊരു ജനകീയ ഇടപെടൽ ആവശ്യമായിട്ട് ഉള്ളത്. നടി മഞ്ജു വാര്യർ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസഡർ ആകും. നാളെ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. നാളെ മുതൽ 8 വരെയാണ് പ്രത്യേക പരിശോധന. 24 തിരുവനന്തപുരം. അപ്പോൾ അങ്ങനെ അർബുദത്തിനെതിരായ ആ ഒരു സ്റ്റിഗ്മയുണ്ടല്ലോ, അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതിനെ. പലപ്പോഴും ഈ സ്ത്രീകളൊക്കെ അസുഖം വന്നാലും ലക്ഷണങ്ങൾ കണ്ടാലും അത് മാറ്റിവെച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ഇത് കണ്ടുപിടിച്ചാൽ കൃത്യമായ ചികിത്സ ഉറപ്പാണ്.